നമ്മളിപ്പം ഗ്രൂപ്പും ഫീൽഡും ഒക്കെ ഡിഫൈൻ ചെയ്തു. അതൊക്കെ നമ്മൾ ചെയ്തിരുന്നത് R3യെക്കുറിച്ച് പഠിച്ചപ്പോഴാണ്. നമ്മൾ പറഞ്ഞു വെച്ചു R3 അഡീഷനും സ്കാലാർ മൾട്ടിപ്ലിക്കേഷനും ഒക്കെ ഉണ്ട്, അതിന് ഇത്രയും പ്രോപ്പർട്ടീസൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇതേപോലത്തെ ഒരു സ്ട്രക്ചറുള്ള സെറ്റുകൾക്ക് പൊതുവേ പറയുന്ന പേരാണ് വെക്ടർ സ്പേസ് എന്നൊക്കെ വേഗമായിട്ട് നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കത് വെക്ടർ സ്പേസ് കൃത്യമായി ഡിഫൈൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്രൂപ്പും ഫീൽഡൊക്കെ ഡിഫൈൻ ചെയ്ത് ആ യാത്രയിലാണ് നമ്മളിപ്പോൾ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു കാര്യം ഇപ്പോൾ മനസ്സിലാക്കാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒന്ന് പോസ് ചെയ്തിട്ട് R3 ഒരു ഗ്രൂപ്പ് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് ആലോചിച്ച് നോക്കൂ, ഒരു അബേലിയൻ ഗ്രൂപ്പ് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് ആലോചിച്ച് നോക്കൂ പോസ് ചെയ്തിട്ട്. ഞാൻ നോക്കുക, അഡീഷൻ R3 ഒരു ലോ ഓഫ് കോമ്പോസിഷനാണ്. അത് കമ്മ്യൂട്ടേറ്റീവാണ് അല്ലേ? 1 പറയുന്നത് അത് കമ്മ്യൂട്ടേറ്റീവ് ആണല്ലേ. 2 പറയുന്നത് അത് അസോസിയേറ്റീവാണ്. 3 പ്രകാരം ഐഡൻറ്റിറ്റി എലമെൻ്റ് ഉണ്ട്. 4 പ്രകാരം ഇൻവേഴ്സ് ഉണ്ട്. ഇതൊക്കെ ഒന്ന് പോസ് ചെയ്തിട്ട് മനസ്സിലാക്കുക. സോ അഡീഷൻ ഇൻ R3 ഈസ് കമ്മ്യൂട്ടേറ്റീവ്, അസോസിയേറ്റീവ് ആണ്, ഐഡൻറ്റിറ്റി ഉണ്ട്, എല്ലാ എലമെൻറ്റിനും ഇൻവേഴ്സ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ അഡീഷൻ മേക്സ് R3 ഇൻറ്റു ആൻ അബേലിയൻ ഗ്രൂപ്പ് എന്ന് പറയാലോ അല്ലേ. സോ അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, അഡീഷൻ മേക്സ് R3 ഇൻറ്റു ആൻ അബേലിയൻ ഗ്രൂപ്പ്. ഇനി പിന്നെയും 4 പ്രോപ്പർട്ടീസ് ഉണ്ട്, അത് സ്കാലാർ മൾട്ടിപ്ലിക്കേഷൻ്റെതാണ്. അപ്പോൾ വെറുതെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്, R3 ഒരു ഫീൽഡാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല, പറ്റൂല. കാരണം ഏറ്റവും വലിയ പ്രശ്നം ഈ രണ്ടാമത്തെ ഈ സ്കാലാർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ സംഭവം, നമുക്കൊരു ഫീൽഡിൽ 2 ലോസ് ഓഫ് കോമ്പോസിഷൻ വേണം. അതിലൊന്ന് അഡീഷൻ എടുക്കാം, പക്ഷേ ഈ രണ്ടാമത്തത് നമ്മൾ ഫീൽഡിൽ വേണ്ട ടൈപ്പ് ലോ ഓഫ് കോമ്പോസിഷൻ അല്ല. കാരണം സ്കാലാർ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നത് R3 2 ആൾക്കാരെ ഉപയോഗിച്ചിട്ട് R3 ഒരാൾ ഉണ്ടാക്കുകയല്ലേ ചെയ്യുന്നത് അല്ലേ. നമുക്ക് വേണ്ടത് എന്താ, ഫീൽഡിലൊക്കെ ഉള്ള ലോ ഓഫ് കോമ്പോസിഷൻ എന്താണ്, ആ സെറ്റിൽ തന്നെയല്ല 2 ആൾക്കാരെ ഉപയോഗിച്ചിട്ട് ആ സെറ്റിൽ ഒരാൾ ഉണ്ടാക്കണം. പക്ഷേ ഇവിടെ സ്കാലാർ മൾട്ടിപ്ലിക്കേഷൻ ഒരു റിയൽ നമ്പറും R3 ഒരു എലമെൻറ്റ് ഉപയോഗിച്ചിട്ടാണ് R3 ഒരാൾ ഉണ്ടാക്കുന്നത്, അതായത് ഒരാളെ പുറത്തുനിന്ന് ഉപയോഗിക്കുന്നുണ്ട്. സോ ഇത് ഫീൽഡിൽ വേണ്ട ടൈപ്പ് ലോ ഓഫ് കോമ്പോസിഷൻ അല്ല. സോ R3 ഈസ് നോട്ട് എ ഫീൽഡ്, അത് നമുക്കറിയാം. അപ്പോൾ ഇനി നമുക്ക് വെക്ടർ സ്പേസ് ഡിഫൈൻ ചെയ്യുന്നതിന് മുമ്പേ ഈ സ്കാലാർ മൾട്ടിപ്ലിക്കേഷനെ കുറിച്ചും ചെറിയൊരു ചർച്ച നമുക്ക് ആവശ്യമുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ വെക്ടർ സ്പേസിൻ്റെ ഡെഫിനിഷനിലേക്ക് വരാം. ഓക്കെ, അതാണ് നമ്മുടെ അടുത്ത ലക്ഷ്യം. ഈ സ്കാലാർ മൾട്ടിപ്ലിക്കേഷൻ മനസ്സിലാക്കാൻ നമ്മൾ ഒരു സെറ്റ് എസ്സിലെ ലോ ഓഫ് കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഇറ്റ്സ് എ ഫംഗ്ഷൻ ഫ്രം S ക്രോസ് S ടു S അല്ലേ. അതായത് S തന്നെയുള്ള 2 ആൾക്കാർ ഉപയോഗിച്ചിട്ട് S ഒരാൾ ഉണ്ടാക്കുക, അതാണ് ലോ ഓഫ് കോമ്പോസിഷൻ്റെ പരിപാടി. പക്ഷേ നമ്മളെ R3 സ്കാലാർ മൾട്ടിപ്ലിക്കേഷൻ്റെ പ്രശ്നം, അത് R ഒരു എലമെൻറ്റും R3 ഒരു എലമെൻറ്റും ഉപയോഗിച്ചിട്ട് R3 ഒരാളുണ്ടാക്കുക അല്ലേ. അതായത് ഒരാൾ പുറത്തുനിന്നാണ് അല്ലേ, ഒരാൾ പുറത്തുനിന്നും ഒരാൾ R3 ഉപയോഗിച്ചിട്ട് R3 തന്നെ ഒരാൾ ഉണ്ടാക്കുക. സോ ഈ ടൈപ്പ് ലോസിനെ R3 വിളിച്ചിരിക്കുന്നത് എക്സ്റ്റേണൽ ലോ ഓഫ് കോമ്പോസിഷൻ എന്നാണ്. എക്സ്റ്റേണൽ ലോ ഓഫ്, ഞാനൊന്ന് എഴുതി തരാം. എക്സ്റ്റേണൽ ലോ ഓഫ് കോമ്പോസിഷൻ, ഞാൻ അതിനൊരു ഡെഫിനിഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. എക്സ്റ്റേണൽ ലോ ഓഫ് കോമ്പോസിഷൻ ഓൺ S എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഒരാളെ S എന്ന് കൊടുക്കും, ഒരാളെ പുറത്ത് വേറെ ഏതൊരു സെറ്റ് എന്ന് കൊടുക്കും അല്ലേ. അപ്പം എന്നിട്ട് എസ്സിൽ തന്നെയുള്ള ഒരാളുണ്ടാക്കും അല്ലേ. അപ്പോൾ നോക്കുക, ഒമേഗ ക്രോസ് എസ്സിന് എസ്സിലേക്കുള്ള, ഇവിടെ ഒമേഗ എന്ന് പറഞ്ഞാൽ S അല്ലാത്ത മറ്റൊരു സെറ്റ്. അപ്പം ഒരാളെ പുറത്തുള്ള വേറൊരു സെറ്റ് എന്ന് എടുക്കും, ഒരാൾ S എന്ന് എടുത്തിട്ട് S തന്നെയുള്ള ഒരാളുണ്ടാക്കുന്ന ലോനാണ് നമ്മൾ എന്താ പറയുക, എക്സ്റ്റേണൽ ലോ ഓഫ് കോമ്പോസിഷൻ. ഇവിടെ കമ്പയർ ചെയ്ത് നോക്കൂ. ഈ കേസിൽ ഇവിടെ ഒമേഗ എന്താണ്, R ആണ്, ഇവിടെ S എന്താണ്, R3 ആണ് അല്ലേ. ഡെഫിനിഷൻ ഒന്ന് പോസ് ചെയ്തിട്ട് മനസ്സിലാക്കുക കേട്ടോ. സോ ഇതാണ് എക്സ്റ്റേണൽ ലോ ഓഫ് കോമ്പോസിഷൻ ഓൺ S. ഇനി ഈ സ്കാലാർ മൾട്ടിപ്ലിക്കേഷൻ എന്നുള്ള വാക്ക്, ഇപ്പോൾ R3 സ്കാലാർ മൾട്ടിപ്ലിക്കേഷൻ നിങ്ങൾക്ക് അറിയാലോ, ആ വാക്ക് ഞാനൊന്ന് ജനറലൈസ് ചെയ്യാൻ പോവാണ്. അതായത് ഈ എക്സ്റ്റേണൽ ലോ ഓഫ് കോമ്പോസിഷനിൽ ഈ എക്സ്റ്റേണൽ സെറ്റില്ലേ, ഈ ഒമേഗ, ഞാൻ എഴുതട്ടോ അതിന് മുമ്പേ ഒന്ന് പറയാണ്, ഈ എക്സ്റ്റേണൽ സെറ്റ് ഒമേഗ ഒരു ഫീൽഡാണെങ്കിൽ ഈ എക്സ്റ്റേണൽ ലോ ഓഫ് കോമ്പോസിഷൻ നമ്മൾ ഇനി എന്ത് പറയും, സ്കാലാർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയും. ഇപ്പോൾ R3 ഒറിജിനൽ സ്കാലാർ മൾട്ടിപ്ലിക്കേഷൻ നിങ്ങൾക്ക് അറിയാം, ആ വാക്ക് ഞാൻ ജനറലൈസ് ചെയ്യാണ്. ഒരു സെറ്റ് എസ്സിലെ എക്സ്റ്റേണൽ ലോ ഓഫ് കോമ്പോസിഷൻ പറയുമ്പം ഈ എക്സ്റ്റേണൽ സെറ്റ് ഒമേഗ ഒരു ഫീൽഡാണെങ്കിൽ നമ്മൾ പറയും ദാറ്റ് എക്സ്റ്റേണൽ ലോ ഓഫ് കോമ്പോസിഷൻ ഈസ് എ സ്കാലാർ മൾട്ടിപ്ലിക്കേഷൻ ഓൺ S എന്ന് പറയും. ഞാൻ ഇവിടെ എഴുതി തരാം. സ്കാലാർ മൾട്ടിപ്ലിക്കേഷൻ ഓൺ S ഈസ് എ ഫംഗ്ഷൻ ഫ്രം F ക്രോസ് S ടു S വേർ F ഈസ് എ ഫീൽഡ് എന്നും കൂടി ഉണ്ടായിരുന്നു, ഞാനത് എഴുതിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കുക. അതായത് ഇവിടെ ഈ എക്സ്റ്റേണൽ സെറ്റ് ഒമേഗയ്ക്ക് പകരം ഒരു ഫീൽഡാണ് വരുന്നതെങ്കിൽ നമ്മൾ പറയും ദാറ്റ് എക്സ്റ്റേണൽ ലോ ഓഫ് കോമ്പോസിഷൻ ഈസ് എ സ്കാലാർ മൾട്ടിപ്ലിക്കേഷൻ ഓൺ S എന്ന് പറയും. പോസ്റ്റ് ചെയ്ത് ശരിക്കും മനസ്സിലാക്കട്ടോ. ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കൊക്കെ ഞാൻ കമൻറ്റ് ബോക്സിലൊക്കെ തരുന്നുണ്ട്. അപ്പോൾ ക്ലിയർ അല്ലേ. അപ്പോൾ ഞാൻ സ്കാലാർ മൾട്ടിപ്ലിക്കേഷൻ എന്നുള്ള സംഭവം ഞാൻ ജനറലൈസ് ചെയ്തു. ഇനി സ്കാലാർ മൾട്ടിപ്ലിക്കേഷൻ ഓൺ S എന്ന് പറയുമ്പോൾ ഇതേപോലെ റിയൽ നമ്പർ തന്നെ വരണമെന്നില്ല, ഏതെങ്കിലും ഒരു ഫീൽഡ് ആയാൽ മതി. അപ്പോൾ നമ്മൾ പറയും ദാറ്റ് എക്സ്റ്റേണൽ
ലോ ഓഫ് കോമ്പോസിഷൻ ഈസ് എ സ്കാലാർ മൾട്ടിപ്ലിക്കേഷൻ ഓൺ എസ് എന്ന് പറയും. ക്ലിയർ ആണല്ലോ? പോസ് ചെയ്തിട്ട് ശരിക്കും ആലോചിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഇനി നമ്മൾ നേരെ വെക്ടർ സ്പേസിൻ്റെ ഡെഫിനിഷനിലേക്ക് പോവാണ്. മുഹൂർത്തമായി നമ്മൾ ഒരുപാട് കാലമായി വെക്ടർ സ്പേസ് ഡിഫൈൻ ചെയ്യുക എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ വെക്ടർ സ്പേസിൻ്റെ ഡെഫിനിഷൻ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, നമുക്ക് ഒരുമിച്ച് വായിക്കാം. അതിലേക്ക് പോകുന്നതിന് മുമ്പേ വെക്ടർ സ്പേസ് നമ്മൾ നേരത്തെ വേഗമായിട്ടൊന്ന് ഡിഫൈൻ ചെയ്താണ്. എന്തായിരുന്നു? R3 പോലത്തെ, R3 നോക്കുമ്പോൾ അതിൻ്റെ അകത്തൊരു അഡീഷൻ ഉണ്ട്, സ്കാലാർ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, അതിന് കുറച്ച് പ്രോപ്പർട്ടീസൊക്കെ ഉണ്ട്. ആ ഒരു സ്ട്രക്ചറുള്ള സെറ്റുകൾക്ക്, R3യുടെ ആ ഒരു സ്ട്രക്ചറുള്ള സെറ്റുകൾക്ക് പൊതുവിൽ പറയുന്ന പേരാണ് വെക്ടർ സ്പേസ്. നമ്മൾ നേരത്തെ പറഞ്ഞാണ്. അപ്പോൾ അത് നിങ്ങൾ ഓർമ്മയിലുണ്ടാവും. നമുക്ക് ഇത് ഒരുമിച്ച് വായിച്ച് മനസ്സിലാക്കാം. യെസ്, ഓക്കെ. അപ്പോൾ വെക്ടർ സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R3നെ പോലെ തന്നെ ഒരു സെറ്റാണ്. അപ്പോൾ ആ വെക്ടർ സ്പേസിനെ നമ്മൾ ജനറൽ യൂണിറ്റ് ഇങ്ങനെ ക്യാപിറ്റൽ V കൊണ്ടാണ്. ഇനി R3യിൽ 2 ലോസ് ഓഫ് കോമ്പോസിഷൻ അല്ലേ? ഒന്ന് ഇൻറ്റേർണലാണ്, സാധാ ലോ ഓഫ് കോമ്പോസിഷൻ അല്ലേ, അഡീഷൻ അല്ലേ R3യിൽ. പിന്നെ അതുപോലെ തന്നെ ഒരു എക്സ്റ്റേണൽ ലോ ഓഫ് കോമ്പോസിഷൻ ഉണ്ട്, സ്കാലാർ മൾട്ടിപ്ലിക്കേഷൻ. അതേമാതിരി തന്നെ എല്ലാ വെക്ടർ സ്പേസിലും 2 ലോസ് ഓഫ് കോമ്പോസിഷൻ ഉണ്ടാവും. ഒന്ന് ഇൻറ്റേർണൽ ആയിരിക്കും, അതായത് V ക്രോസ് V വിയിലേക്കുള്ളതായിരിക്കും. മറ്റേത് എക്സ്റ്റേണൽ ആയിരിക്കും. ഞാൻ അതിലേക്ക് വരാം കേട്ടോ. ആദ്യം ഇൻറ്റേർണൽ പറഞ്ഞെടുക്കട്ടെ. ഓക്കെ. അപ്പം അങ്ങനെ ഏതൊരു വെക്ടർ സ്പേസിലും 2 ലോസ് ഓഫ് കോമ്പോസിഷൻ ഉണ്ടാവും. ഒന്ന് ഇൻറ്റേർണൽ ആയിരിക്കും, മറ്റൊരു എക്സ്റ്റേണൽ ആയിരിക്കും. ആ ഇൻറ്റേർണൽ ലോ ഓഫ് കോമ്പോസിഷനെ നമ്മൾ അഡീഷൻ എന്നാണ് വിളിക്കുക. R3യിൽ അതേ പേര് തന്നെ, ജനറൽ വെക്ടർ സ്പേസിൽ വരുന്ന ഇൻറ്റേർണൽ ലോ ഓഫ് കോമ്പോസിഷൻ നമ്മൾ അഡീഷൻ എന്ന് വിളിക്കും. സോ അഡീഷൻ ഇസ് എ ഫംഗ്ഷൻ ഫ്രം V ക്രോസ് V ടു V. ഇനി ഇവിടുത്തെ ഒരു പെയർ VW എടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ ഇമേജിനെ നമ്മൾ V പ്ലസ് W എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. ക്ലിയർ ആണല്ലോ? ഇനി വിയിലെ രണ്ടാമത്തെ ലോ ഓഫ് കോമ്പോസിഷൻ, അതായത് എക്സ്റ്റേണൽ ലോ ഓഫ് കോമ്പോസിഷൻ. R3യിലെ എക്സ്റ്റേണൽ ലോ ഓഫ് കോമ്പോസിഷൻ എന്തായിരുന്നു? അവിടുത്തെ സ്കാലാർ മൾട്ടിപ്ലിക്കേഷൻ അല്ലേ? അതായത് ഒരു റിയൽ നമ്പറും R3യിലെ ഒരു എലമെൻറ്റ് ഉപയോഗിച്ചിട്ട് R3യിൽ തന്നെ ഒരാളുണ്ടാക്കുക അല്ലേ? അവിടുത്തെ എക്സ്റ്റേണൽ സെറ്റ് റിയൽ നമ്പേഴ്സ് ആയിരുന്നു. ഒരു ജനറൽ വെക്ടർ സ്പേസിലെയും എക്സ്റ്റേണൽ ലോ ഓഫ് കോമ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കാലാർ മൾട്ടിപ്ലിക്കേഷൻ തന്നെയാണ്. പക്ഷേ അവിടുത്തെ ആ എക്സ്റ്റേണൽ സെറ്റ് റിയൽ നമ്പേഴ്സ് ആയിക്കോളുന്നില്ല, ഏതെങ്കിലും ഒരു ഫീൽഡ് ആയാൽ മതി. അതായത് ഏതെങ്കിലും ഒരു നല്ല ഫിക്സ് ആയ ഫീൽഡ്, ഒന്നുകിൽ റിയൽ നമ്പേഴ്സ് അല്ലെങ്കിൽ കോംപ്ലക്സ് നമ്പേഴ്സ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫീൽഡ് ഫിക്സ് ചെയ്യുക. എന്നിട്ട് ആ ഫീൽഡും V ഉപയോഗിച്ചിട്ടുള്ള സ്കാലാർ മൾട്ടിപ്ലിക്കേഷൻ, അതായത് എ ഫംഗ്ഷൻ ഫ്രം F ക്രോസ് V ടു V. ക്ലിയർ ആണല്ലോ? പോസ് ചെയ്തിട്ട് ആലോചിച്ച് കൊടുക്കട്ടോ. പിന്നെ ഒരു കാര്യം ഞാൻ നേരത്തെ കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ലീനിയർ അൽജിബ്ര, ഡെൻഡ്രൈറ്റ് അങ്ങനത്തെ ബുക്കുകളിലൊക്കെ ബുക്കിൻ്റെ തുടക്കത്തിൽ ചിലപ്പോൾ അങ്ങനെ അസ്യൂം ചെയ്യും. ഈ ബുക്ക് വായിക്കുമ്പം F എന്ന് കണ്ടു കഴിഞ്ഞാൽ റിയൽ നമ്പേഴ്സ് അല്ലെങ്കിൽ കോംപ്ലക്സ് നമ്പേഴ്സ് മതി. അപ്പോൾ അതേമാതിരി നിങ്ങൾക്ക് വേണമെങ്കിൽ F മീൻസ് റിയൽ ഓർ കോംപ്ലക്സ് എന്ന് ഇപ്പോൾ അസ്യൂം ചെയ്യുക. വേറെ എല്ലാത്തൊക്കെ വരുന്ന സമയത്ത് നമുക്ക് അതാത് സമയത്താക്കാം. കോംപ്ലിക്കേറ്റഡ് ആക്കിയിട്ടൊന്നും മനസ്സിലാക്കേണ്ട. ഇനി ജനറൽ സെൻസ് തന്നെ ഉൾക്കൊള്ളുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല, ഇറ്റ്സ് അപ് ടു യു. ഇനി അപ്പോൾ ഒരു കാര്യം മനസ്സിലായി. അപ്പോൾ വെക്ടർ സ്പേസ് പറയണമെങ്കിൽ അതിൻ്റെ കൂടെ ഒരു ഫീൽഡ് കൂടി ഹെൽപ്പറായിട്ട് എപ്പോഴും വേണം. ഒരു ഫിക്സഡ് ഫീൽഡ്, ഒന്നുകിൽ റിയൽ നമ്പർ അല്ലെങ്കിൽ കോംപ്ലക്സ് നമ്പർ, അങ്ങനെ ഒരു ഫീൽഡ് ഫിക്സ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ വേണം. അപ്പോൾ അതുകൊണ്ട് വെക്ടർ സ്പേസ് ഓവർ റിയൽ നമ്പറാണ് ഹെൽപ്പറായിട്ട് വരുന്നത് വെച്ചാൽ വെക്ടർ സ്പേസ് V ഓവർ വെക്ടർ സ്പേസ് ഓവർ R എന്നാണ് പറയുക, അല്ലെങ്കിൽ റിയൽ വെക്ടർ സ്പേസ് എന്ന് പറയും. ഇനിയല്ല ഈ ഫീൽഡ് പിന്നെ കോംപ്ലക്സ് നമ്പേഴ്സ് ആണെങ്കിൽ നമ്മൾ പറയും വെക്ടർ സ്പേസ് ഓവർ C അല്ലെങ്കിൽ കോംപ്ലക്സ് വെക്ടർ സ്പേസ് എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെയൊക്കെ എക്സാമ്പിൾസ് വഴിയേ കാണാം. യെസ്. ഇനി ഈ 2 ലോസ് ഓഫ് കോമ്പോസിഷനും R3യിലെ പോലെ തന്നെ ആ 8 പ്രോപ്പർട്ടീസിലെ R3യിലെ ആ 8 പ്രോപ്പർട്ടീസും ഈ ജനറൽ വെക്ടർ സ്പേസിലും സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. അതായത് ആദ്യത്തെ R3യിലെ ആദ്യത്തെ 4 പ്രോപ്പർട്ടി എന്തിൻ്റെ ആയിരുന്നു? R3യിലെ അഡീഷൻ്റെതായിരുന്നു. അഡീഷൻ കമ്മ്യൂട്ടേറ്റീവാണ്, അസോസിയേറ്റീവാണ്, അതിന് ഐഡൻറ്റിറ്റി ഉണ്ട്, അതിന് ഇൻവേഴ്സ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞില്ലേ? അപ്പോൾ അതായത് R3നെ അഡീഷൻ ഒരു അബേലിയൻ ഗ്രൂപ്പാക്കി മാറ്റുന്ന ഒറ്റ വാക്ക് പറയാം, 4 പ്രോപ്പർട്ടി കൂടി വെച്ചിട്ടില്ലേ? ആ പരിപാടി നമ്മുടെ എത്തിയിട്ടുണ്ട്. അഡീഷൻ, ഈ അഡീഷൻ മേക്സ് V ഇൻറ്റു ആൻ അബേലിയൻ ഗ്രൂപ്പ്. ഞാൻ എഴുതി. യെസ്. പിന്നെയുള്ള 4 പ്രോപ്പർട്ടി അതേപോലെ അവിടെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ സ്വന്തമായിട്ട് വായിച്ച് നോക്കുക. ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ. അവിടെയൊക്കെ A, B ബിലോങ്സ് ടു R എന്ന് എഴുതിയിരുന്നത് R3ൻ്റെ കേസിൽ. ഇവിടെ അതിന് പകരം നമ്മൾ ഫീൽഡ് എഴുതിയെന്ന് മാത്രം. അപ്പോൾ നിങ്ങൾ വായിച്ചു നോക്കുക. ഇതാണൊരു വെക്ടർ സ്പേസിൻ്റെ ഡെഫിനേഷൻ. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് R3നെ പോലെ തന്നെ ഒരു സ്ട്രക്ചറുള്ള സെറ്റിനാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ എക്സാമ്പിൾസും ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ആ എക്സാമ്പിൾസ് ചെയ്യുമ്പോൾ മനസ്സിലാവും. അതിൻ്റെ ശേഷം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് പറയാം എന്തിനാണ് ഈ വെക്ടർ സ്പേസ് ഡിഫൈൻ ചെയ്തതെന്നൊക്കെ നമുക്ക് അവിടെ മനസ്സിലാക്കാം. ഓക്കെ.